നമുക്ക് കംഫർട്ട് അല്ല എന്ന് തോന്നുന്ന വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കില്ല. എന്തുകൊണ്ട് ധരിക്കില്ല? നമ്മളെ ഇഷ്ടത്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. ഞാൻ നാളെ ബിക്കിനി ഇട്ട് നടന്നാൽ നിനക്ക് എന്താടാ എന്ന് ചോദിച്ച ഇത് ഇട്ട ഒരു വസ്ത്രം മാന്യമായ വസ്ത്രമാണ്, വസ്ത്രത്തിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ആ വസ്ത്രത്തിന് പ്രശ്നമുള്ളത് ആർക്കാന്നറിയോ? അത് രേണുവിന് തന്നെയാണ്. ഈ സാധനല്ലേ ഇടക്കിടക്ക് ഇങ്ങനെ മുടി വെച്ച് മറയ്ക്കുക, മാറിടം മുടി കൊണ്ട് മറയ്ക്കേണ്ട അവസ്ഥ. അതായത് അവരിട്ട വസ്ത്രത്തിനോട് അവർക്ക് താല്പര്യമില്ല. അപ്പൊ ആരെങ്കിലും പറഞ്ഞിടിക്കുന്ന വസ്ത്രമാണെന്ന് എനിക്കറിയില്ല. ഞാൻ നോർമലി കണ്ട വീഡിയോ, പക്ഷെ വീഡിയോന്റെ അടിയിലെ കമന്റുകളാണ് രസം. ഞാൻ കാണിച്ചു തരാം, പക്ഷെ ഒരു ക്ലിപ്പും കൂടി കാണിച്ചു തരാം. ഇവർ പരമാവധി അവർ ആ ഒരു മാറിട ഭാഗം മറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താല്പര്യമില്ലാതെ ഇട്ട ഒരു വസ്ത്രമാണ് എങ്കിൽ നമ്മൾ എന്താ അത് ഒഴിവാക്കി വേറെ വസ്ത്രം ധരിച്ചു വരിക. പക്ഷെ അവർക്ക് താല്പര്യമുണ്ടൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ളത്, പക്ഷെ കാണിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നുമില്ല എന്നുള്ളതാണ്. നാളെ ഞാൻ ബിക്കിനി ഇട്ടാൽ നിനക്ക് എന്താടാ എന്ന് ചോദിച്ച ആളുടെ ബോൾഡാണ് നമ്മളിപ്പോൾ കണ്ടത്. ബോൾഡ് എന്നൊക്കെ പണ്ടൊക്കെ പറയുന്നത് വേറെ അർത്ഥമായിരുന്നത്, ബോൾഡിന്റെ അർത്ഥം മാറി. ഒരു ക്ലിപ്പ് കൂടി ഉണ്ട്. ഒരുപാട് നന്ദി. എല്ലാവരോടും ഇഷ്ടം. നെഗറ്റീവുകാരോട് എങ്ങനെ ഇഷ്ടപ്പെടുന്നത് എന്നാലും കുഴപ്പമില്ല. അത് ഞാൻ നേരിട്ട് കാണുമ്പോൾ എന്തായാലും നെഗറ്റീവ് പറയട്ടെ, പോസിറ്റീവ് പറയണമെന്ന് അറിയാം. അതുകൊണ്ട് എല്ലാവരോടും ഇഷ്ടം, അത്രേ പറയാനുള്ളൂ. എല്ലാവരും ഇഷ്ടം. നെഗറ്റീവ് പറയുന്നവരോട് ഞാൻ നമ്മൾ എന്ത് പറയാനാ, എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ആ മുടി ഒന്നും കൂടി മോഡലിന് വേണ്ടിയിട്ടൊന്ന് ഇതുവരെ വെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ കുഴഞ്ഞേനെ. ഷാളില്ലാത്ത വസ്ത്രമാണ്. നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ സ്വാതന്ത്ര്യം, അതിനെക്കുറിച്ച് ചില ആളുകൾ കമന്റ് ഇടും. അവരോട് പറയണം അവരുടെ സ്വാതന്ത്ര്യമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വീഡിയോ, ആ വീഡിയോയിൽ അവർ കഷ്ടപ്പെടുന്നത് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഒരു രണ്ട് കമന്റ് വായിച്ചതിന് ശേഷം വീണ്ടും വീഡിയോയിലോട്ട് വരാം. ഓക്കെ. എന്റെ മോളെ എന്തിന് ഇങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? വരും തോറും ഡ്രസ്സ് വരെ മോശമാകാൻ തുടങ്ങി. മുടി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എനിക്ക് അതാ ചോദിക്കാനുള്ളത്. മുടി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? താല്പര്യമില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഉറപ്പാ, മനസ്സിലായി? ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾക്ക് കംഫോർട്ടുള്ള എന്തും നമ്മൾ ചെയ്യും. അതായത് നമ്മൾക്ക് കംഫോർട്ടുള്ള എന്തും നമ്മൾ ചെയ്യും. കുറച്ചു നാൾ കൂടി കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള അത്രയും ഡ്രസ്സ് പോലും കാണില്ല എന്ന് തോന്നുന്നു. ഈ കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഇതൊക്കെ കാണുന്നത്, പാവം സുധിയോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ്. അത് രേണു മറക്കണ്ട. ഇപ്പൊ കൊല്ലം സുധിയോട് താല്പര്യവും സ്നേഹവും ആളുകളിൽ നിന്നും കുറയുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നിങ്ങളെ കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ഈ ഒരു സ്നേഹം കൊണ്ട് എൻ്റെ അരി വേവില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. പക്ഷെ താല്പര്യമില്ലാത്തത് ധരിച്ചിട്ട് എന്തിനാ വെറുതെ അരി വാങ്ങിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ പൊന്നു ചേച്ചി, എന്തിനാണ് നിങ്ങൾ ഈ മുടി കൊണ്ട് പലതും മറയ്ക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം മറക്കേണ്ട എന്തോ ആണ് നിങ്ങൾ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന്. ഒന്നുകിൽ നിങ്ങൾ കംഫർട്ടുള്ള വസ്ത്രം ധരിച്ചു വരിക, ഇല്ലെങ്കിൽ ധരിക്കുന്നതിൽ ആരും എന്തും വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് കരുതി നിൽക്കുക. ഓരോ വേഷം കെട്ടുകൾ സത്യമാണ് കേട്ടോ. നമുക്ക് ഒരു പക്ഷേ താല്പര്യമുള്ള വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിച്ചാൽ എനിക്ക് എന്ത് എന്ന് പറഞ്ഞിട്ട് ആ മുടി പിറകിലോട്ടം കിട്ടുക, അങ്ങ് ബോൾഡായിട്ട് നടക്കണം ചേച്ചി. അതല്ല അതിൻ്റെ ഒരു ഇത്. കഴിഞ്ഞ ഇന്റർവ്യൂകളിലൊക്കെ ഭയങ്കര ബോൾഡ്നെസ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. മുടി കൊണ്ട് മറക്കുന്നത് എന്തിനാ? ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടാതിരുന്നാൽ പോരെ? വേറെ വല്ല ഡ്രസ്സ് ഇട്ടൂടെ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സുധിയെ. മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ സങ്കടമായി. രേണുവിനെ അന്ന് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ആ കുട്ടികൾക്ക് ശക്തി കൊടുക്കണേ എന്ന്. പക്ഷേ ഡ്രസ്സ് ഒന്ന് നോക്കി ഇടണേ രേണു. കുറ്റം പറയല്ല കേട്ടോ, സുധിയോട് ഇഷ്ടം കൊണ്ട് പറയാ. ഒരു ചേച്ചിയായി കരുതിയാൽ മതി കേട്ടോ. ഏതൊരു മനുഷ്യനും വസ്ത്രം മാന്യമായി ധരിക്കണം, ബാക്കി ഓക്കെ. സുധി, നിന്റെ പേര് ഈ ഒരു സ്ത്രീ അങ്ങ് കളങ്കപ്പെടുത്തി എന്നാണ് ആളുകൾ പറയുന്നത്. എൻ്റെ അഭിപ്രായമില്ല, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കമന്റുകളാണ്. ഞാൻ അതിൽ വല്ലാണ്ട് പറയുന്നില്ല. നമുക്ക് എന്തായാലും ഒരു 2 വീഡിയോ ക്ലിപ്പും കൂടി കണ്ടതിന് ശേഷം വീഡിയോയിലോട്ട് വരാം. ഇടക്കിടക്ക് കുട്ടിക്ക് ഓർമ്മ വരുന്നുണ്ട്, അതിന് എന്താ ചെയ്യാ. ഫുൾ ബിസിയാണ്. നാടകം ഈ അടുത്ത് എവിടെയെങ്കിലും കഴിഞ്ഞായിരുന്നു? ഷോർട്ട് ഫിലിമും സിനിമകളും സീരിയലുകളും നാടകവും ഒക്കെ അവർക്ക് കിട്ടട്ടെ, അവരുടെ ലൈഫ് മുന്നോട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പോകട്ടെ. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ബോൾഡാണ്, നിനക്ക് എന്താടാ എന്ന് ചോദിക്കുന്ന ഒരു മനോഭാവമൊക്കെ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ തന്നെയാണ് പറയിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്.
ഇപ്പൊ റീൽസ് നിങ്ങൾ ഇടുന്നത് പ്രൈവറ്റ് അല്ല, പബ്ലിക്കിന് ഇട്ട് കൊടുക്കുക. പബ്ലിക്കായ ആളുകൾ മാന്യമായ രീതിയിലുള്ള കമന്റുകൾ ഇടും. ആ മാന്യമായ കമന്റുകൾക്ക് അപ്പുറത്തേക്ക് ഈ കമന്റുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവർ സംസാരിച്ച കാര്യങ്ങളും കറക്റ്റാണ്. നമുക്ക് കംഫർട്ട് അല്ല വസ്ത്രം കംഫർട്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിട്ട് പൊതുവേദികളിൽ വരുന്നത്? കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ നാളെ ചർച്ച ചെയ്യപ്പെടും. രേണു, കൊല്ലം സുധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ്ങിലൊക്കെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇടക്കിടക്ക് വരാറുണ്ട്. എന്തുകൊണ്ടാ? കൊല്ലം സുധിയോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. ആ ഇഷ്ടം ഇപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് മാറ്റുന്നത് നിങ്ങളാണ്. കംഫർട്ടുള്ള വസ്ത്രം ധരിക്കല്ലേ ഏറ്റവും നല്ലത്. കമന്റ് തീർന്നിട്ടില്ല. ഡ്രസ്സിങ് അല്ല മോശം, അതിന്റെ കഴുത്ത് ഇറങ്ങിപ്പോയി. ഡ്രസ്സ് സൂപ്പറാണ്, അവർക്ക് അത് അത്ര കംഫർട്ടായി തോന്നുന്നില്ല, അതുകൊണ്ട് മുടിയെടുത്ത് ഇടുന്നു. കംഫർട്ടായി തോന്നുന്നില്ല, താല്പര്യമില്ലെങ്കിൽ ആ വസ്ത്രം ധരിക്കാതിരിക്കാൻ ഞാനൊക്കെ ചെയ്യാറ്. എന്റെ കൊച്ചെ, വളർന്ന ഒരു കുഞ്ഞ് ആ വീട്ടിലുണ്ടെന്ന് ഓർക്കണം. കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നോക്കുക. ആ വസ്ത്രത്തിന്റെ പുറത്തുകൂടി കാണുന്ന എന്താണ് കാണുന്നതെന്ന്. ഇവര് ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഹണി റോസ് ഒരുമാതിരി മാന്യമാകാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ള അപമാനമാകാൻ തുടങ്ങി. ഹണി റോസ് ബോൾഡാണ്, അവരാ വസ്ത്രം അങ്ങനെ ധരിച്ചിട്ട് മുടിയിട്ട് മറക്കാറൊന്നുമില്ല. അതാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നുള്ളത് പറയുന്ന ആള് അത് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഇവിടെ അതല്ല ചെയ്തത്. ഇവര് നിങ്ങൾ എന്താച്ചാ പറഞ്ഞോ, എന്റെ വീട്ടിൽ അരി വെക്കണത് ഞാനാ എന്ന് പറഞ്ഞുകൊണ്ട് അവസരം ഉണ്ടാക്കി കൊടുക്കണം സംസാരിക്കാനുള്ളത്. മുടി കൊണ്ടും കൈ കൊണ്ടും മറക്കണ്ട. നല്ല ഒരു ഡ്രസ്സ് ഇട്ടാൽ മതി. 10-20 വയസ്സായ ഒരു മകൻ കാണുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾക്കുള്ള സ്നേഹം നീയായി കളയരുത്. എന്തിനാ കൈകൊണ്ടും മുടി കൊണ്ടും നെഞ്ചു മറയ്ക്കുന്നത്? ഒരു ഷാൾ ഇട്ടൂടെ? അങ്ങനെ മാന്യമായി നടന്നാൽ നിങ്ങളോട് ബഹുമാനം തോന്നിയില്ലെങ്കിൽ എല്ലാം നെഗറ്റീവ് ആകും. അറിയാം ആ ഡ്രസ്സ് ഓക്കെ അല്ല എന്ന്, പിന്നെ എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കാൻ? പിന്നെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കത് കൂട്ടി വായിക്കാനില്ല. തുറന്ന് തയ്ച്ചിട്ട് പൊത്തിപ്പിടിക്കുന്നു. ശരിക്കും തയ്പ്പിച്ചാൽ പോരായിരുന്നോ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ? വളരെ മോശമായി. ഇതൊക്കെയാണ് കമന്റുകൾ. അപ്പൊ ഇത്രയും കമന്റുകൾ വന്നത് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, സപ്പോർട്ടല്ല. ഇനിയും വന്നിട്ടുള്ളതും സപ്പോർട്ടായിട്ടുള്ളതല്ല. നമ്മൾ ബോൾഡാണ്, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട്. നമ്മളത് ബോൾഡായിട്ട് തന്നെ പറയുന്നു. ഞാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും, നാളെ ഞാൻ ബിക്കിനി ഇട്ട് നടന്നാൽ നിനക്കെന്താ എന്ന് ചോദിക്കുന്ന ആൾക്ക് പോലും യഥാർത്ഥത്തിൽ അത് ചെയ്യാൻ ആഗ്രഹമില്ല എന്ന സംസാരത്തിൽ തന്നെ വ്യക്തമാണ്. ഇത് ആരെങ്കിലും പറയിച്ച് ഇടിച്ചതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു ഷാൾ ഇട്ട് മൂടാമായിരുന്നു, അല്ലെങ്കിൽ അത് കവർ ചെയ്ത് ഇടാമായിരുന്നു. താല്പര്യമുള്ള വസ്ത്രങ്ങളായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. മറ്റുള്ള ആൾ പറഞ്ഞത് ചെയ്തുകൊണ്ടാവരുത് ജീവിക്കാൻ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരമാവധി ഷെയർ വേണമെങ്കിൽ ചെയ്താൽ മതി. ഈ വിഷയമൊക്കെ ഷെയർ ചെയ്തിട്ട് എന്തുണ്ടാക്കിയാലേ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെ സന്ദീപ് എടപ്പാൾ.